പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22 ബുധനാഴ്ച. ഇന്നത്തെ വായനയ്ക്കായി സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ, 2 വാക്യങ്ങൾ. 32-33. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണം ആണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഉയർത്തപ്പെടുക. സ്നേഹമുള്ളവരെ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ സമാപനമാണ്. ആദ്യ ഭാഗം അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടും 1-12 വരെയുള്ള അധ്യായങ്ങൾ. 2-ാം ഭാഗം മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്നു 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ. ഇപ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് അടയാളങ്ങളുടെ അവസാനം. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തെ സമാപിക്കുകയാണ്. അത് അവസാനം പ്രഘോഷണങ്ങൾ കഴിഞ്ഞു. ഇനി പീഡനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. അവസാനത്തെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുക. ഇപ്പോഴും മഹത്വപ്പെടുത്തുമെന്ന് പറയും. ഇപ്പോഴും ഈ പിതാവിൻ്റെ സ്വരമുണ്ടാകും. ഇപ്പോഴും ഈ മഹത്വപ്പെടുത്തുക, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. ഉയർത്തപ്പെടുക, മഹത്വപ്പെടുക. എന്താണ് യേശു ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉയർത്തപ്പെടുക? കുരിശിൽ ഉയർത്തുന്നതാണ്. അപ്പോൾ കുരിശിൽ ഉയർത്തുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുക. അപ്പോൾ കുരിശ് മഹത്വത്തിൻ്റെ അടയാളമായി മാറുന്നു. കുരിശിൽ ഉയർത്തുന്നത് പിതാവിലേക്ക് പോകുന്നതിനാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ. അത് മരണത്തിലൂടെയാണെന്ന് മറക്കാതിരിക്കുക. കുരിശിൽ ഉയർത്തപ്പെടുന്നത് കുരിശു മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ഒരു മഹത്വത്തിലൂടെയാണ്, ആ കുരിശിലൂടെയാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കുരിശ് മഹത്വീകരണത്തിൻ്റെ ഉപകരണമാണ്. ക്രൂശിതനില്ലാത്ത കുരിശല്ല എന്ന് ഓർക്കുക. യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാവുക. ഇപ്പോൾ നമ്മൾ ക്രൂശിതരൂപം ഉപേക്ഷിക്കുകയും മഹത്വീകൃത കുരിശു സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമായത് ഉയർപ്പിക്കുന്നിടത്ത് മാത്രമല്ല, മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുന്നതിലൂടെയാണ്. അവസാനമായിട്ട് മഹത്വത്തിൽ, യേശുവിൻ്റെ ഉത്ഥാനത്തിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം പരമമായി പ്രകടമായത് തൻ്റെ മകനെ ഏകജാതി നൽകാൻ മാത്രം അത്രയേറെ സ്നേഹിക്കുമ്പോഴാണ്. കുരിശുമറ്റാണ്. അപ്പോൾ കുരിശ് ഉയർത്തലാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രകടനമാണ്. അപ്പോൾ യേശു ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും. യേശുവിൻ്റെ കുരിശിലൂടെയാണ് എല്ലാവരെയും പിതാവിലേക്ക് ആകർഷിക്കുക. സ്നേഹത്തിലൂടെ സ്വയം ത്യജിക്കുന്ന കാൽവരിയും അതുപോലെ തന്നെ കാര്യത്തൊഴുത്തും ദൈവസ്നേഹത്തിൻ്റെ ദൈവമഹത്വത്തിൻ്റെ പ്രകടനങ്ങളാണ്. അപ്പോൾ സ്വയം ശൂന്യവകരിക്കുന്ന സ്നേഹത്തിലൂടെ, സ്വയം ദാനം ചെയ്യുന്നതിലൂടെ എല്ലാവരെയും പിതാവിലേക്ക് ആകർഷിക്കുന്നു. അതായിരിക്കട്ടെ അതാണ് യേശുവിൻ പ്രാർത്ഥന. അതാണ് നമുക്കും മാതൃകയായിരിക്കുന്നത്. ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രൗഢി പ്രകടിപ്പിക്കുക എന്നല്ല അർത്ഥം. സഹനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുക. അപ്രകാരം സഹിക്കുന്ന, സ്വയം ത്യജിക്കുന്ന ആ സ്നേഹം പിതാവ് പ്രകടമാക്കുന്നു. അതിൻ്റെ ശക്തിയിലൂടെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും ഒരുമിച്ച് പ്രകടമാക്കുന്നതാണ് ഈ ഉയർത്തപ്പെടുക. അപ്രകാരം ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുക, എല്ലാവരെയും ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു അടയാളമാകട്ടെ ഈ കുരിശും ക്രൂശിതരൂപവും. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ പ്രകടമാണെങ്കിൽ നമ്മളും ഉയർത്തപ്പെടണം യേശുവിനോടൊപ്പം സഹനത്തിലൂടെ. അതിനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. വഴിയേ നടക്ക